Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ ആയിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ്. ഈ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഈ ചാനലിൽ കൂടുതലും അയർലൻഡ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്, അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ന്യൂ വേക്കൻസീസൊക്കെയാണ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ന്യൂ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ പതിവ് ഡിസ്ക്ലെയിമർ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. നിങ്ങൾ അയർലൻഡിലേക്ക് നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ഇപ്പോൾ നേഴ്സിംഗ് ജോബ് അയർലൻഡിൽ കിട്ടാനായിട്ട് എന്തോരം കഷ്ടപ്പാടാണ് എന്നുള്ളത്. In this video, I'll openly talk about the reality of finding a job as an Indian nurse in Ireland, especially the requirements and challenges. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NMBA രജിസ്ട്രേഷനാണ്. അതോടൊപ്പം തന്നെ ആ NMBA രജിസ്ട്രേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ IELTS അല്ലെങ്കിൽ OET അപ്പിയർ ചെയ്തിരിക്കണം, അത് പാസ്സായിരിക്കണം. അതിന് അയർലൻഡ് സ്കോർ ഉണ്ടായിരിക്കണം. കൂടാതെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണം. ഇവയ്ക്ക് പുറമെ ഒരിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, നല്ലൊരു അക്രഡിറ്റേഷനുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തവരുടെ എക്സ്പീരിയൻസിനാണ് പ്രയോറിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതും 1-2 എക്സ്പീരിയൻസ് പോരാ, മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് 5-6 വർഷത്തെയൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കാരണത്താൽ തന്നെ അയർലൻഡിലെ ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടിയിട്ടും പലർക്കും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്. ഇപ്പോൾ പലരുടെയും ക്വസ്റ്റ്യൻ, ഈ ഒരു സിറ്റുവേഷൻ മാറുമോ, അതോ ഞങ്ങളിനി മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് എടുക്കണോ അയർലൻഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അയർലൻഡിൽ നഴ്സസിന് നല്ല ഡിമാൻഡുണ്ട്. അതിപ്പോൾ ഹോസ്പിറ്റൽ സെറ്റപ്പിലായാലും നഴ്സിംഗ് ഹോം സെറ്റപ്പിലായാലും കമ്മ്യൂണിറ്റി കെയറിലായാലും. അതേപോലെ തന്നെ കുറേ ചലഞ്ചസും ഉണ്ട്. അതായത് NMBI പ്രോസസ്സിങ്ങിലുള്ള ഡിലേ, IELTS OET റീ അറ്റംപ്റ്റുകൾ ചെയ്യുന്നത്, വിസ റിക്വയർമെൻറ്റ്സിലുള്ള പ്രോബ്ലംസ്, അപ്പോൾ അങ്ങനെ കുറേ ചലഞ്ചസ് ഉണ്ട്. അതേപോലെ വന്ന് കയറിയൊരു ചലഞ്ചാണ് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അയർലൻഡ് ഈ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യാൻ കാരണം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിമിലർ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് സിസ്റ്റംസ്. അതായത് ഫെമിലിയർ വിത്ത് മോഡേൺ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൻ്റെ യൂസേജുകൾ, അവെയർ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് സേഫ്റ്റി കൺട്രോൾ മെഷേഴ്സ്. ഈ ഖത്തറിലും സൗദി അറേബ്യയിലൊക്കെ ഉള്ള നഴ്സസ് അവരൊരു വെസ്റ്റേൺ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെയൊക്കെ JCA അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. സോ അതാണ് ഇവർക്കിവിടെ ആവശ്യമുള്ളത്. അതുമാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ്, മൾട്ടി കൾച്ചറൽ എക്സ്പീരിയൻസ്, ക്ലിനിക്കൽ കോൺഫിഡൻസ്, പ്രൊഫഷണലിസം ആൻഡ് അഡാപ്റ്റേഷൻ സ്കിൽസ്. അതോടൊപ്പം ബോണസായിട്ട് ഈ റെഫറൻസും ബാക്ക്ഗ്രൗണ്ട് ചെക്സൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. വേറെ സ്മോൾ ക്ലിനിക്സിലെയും അതൊക്കെ അന്വേഷിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഈസിയാണ് ഇതുപോലെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്സൊക്കെ. This doesn't mean Indian-based nurses are not accepted. They are, but having Middle East experience adds an extra layer of credibility and readiness that Irish employers appreciate. So ഇതാണ് റീസൺ. പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് അയർലൻഡിലേക്ക് വരുന്ന നഴ്സസ്, അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് കുറഞ്ഞു വരുന്ന നഴ്സസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. സോ അതവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്കുള്ള ചാൻസസ് വീണ്ടും കൂടും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നഴ്സിംഗ് ഹോമിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരും HSCയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വർക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ അവരെയും ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. സോ നഴ്സിംഗ് ഹോം എക്സ്പീരിയൻസ് ഉള്ളവരും മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരുമാണ് ഇപ്പോൾ കൂടുതലും HSCയിൽ പുതിയതായിട്ട് വരുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങളെന്നാൽ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് എടുക്കട്ടെ, അപ്പം അതുപോലെ ഗൾഫ് കൺട്രീസ് നോക്കട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കിതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് അറിയത്തില്ല. കാരണം ഇത് തന്നെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ. ഇത് റൂള് ചേഞ്ച് ആയാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊരു റൂളാക്കിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വേക്കൻസീസാണ് കൂടുതലും വരുന്നത്. സോ ഈ റൂളുകളും ഈ ഇതുപോലെയുള്ള സ്റ്റൈലും ഒക്കെ വീണ്ടും മാറാം.
ഇപ്പോൾ നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ വേറെ റൂള് വരുന്നത്. സോ ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എടുക്കട്ടെ എന്ന് എന്നോട് സജഷൻസ് ചോദിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. നാളെ നിങ്ങൾ ആ ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ അല്ല എടുക്കുന്നതെന്ന് ഉള്ള റൂൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മനസ്സിൽ പ്രാകും. സോ എനിക്ക് ആ ഒരു പ്രാക്കൊന്നും കിട്ടാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്. ഇതാണ് റിയാലിറ്റി. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറച്ച് റിപ്ലൈ ഡിലേ ആകുന്നുണ്ട്. കാരണം ഞാൻ എല്ലാം കൂടെ ഒറ്റ ദിവസമാണ് ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ചാനൽ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.